അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കറുപ്പ് കിട്ടാൻ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. കാസ്റ്റിൻ്റെ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലാതെ ഇത്തരത്തിലൊരു വർണ്ണത്തിൻ്റെ ഒരു ഡിസ്ക്രിമിനേഷൻ, അത് ഇതിന് രണ്ടിനെയും യോജിപ്പിച്ച് കാണുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ ഏതാണ് ശരിക്കും മുന്തി നിൽക്കുന്നത്? കേരളത്തിൽ ജാതീയത ഭയങ്കര റൂട്ടഡ് ആയിട്ട് ഭയങ്കര സാധാരണമായി നടക്കുന്ന ഒരു കാര്യമായിട്ടൊക്കെ ആൾക്കാർക്ക് അത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വർണ്ണവിവേചനം അങ്ങനെയല്ല. വർണ്ണവിവേചനം എത്ര വെളുത്തവനാണെങ്കിൽ കൂടി ഇവിടെ വർണ്ണവിവേചനം അനുഭവിക്കുന്നുണ്ട്. വെള്ളപ്പാറ്റ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മൾ വർണ്ണവിവേചനം. ഭയങ്കര നോർമലായിട്ട് നടക്കുന്ന ഒരു സാധനം കൂടിയാണ് വർണ്ണവിവേചനം. അത് എല്ലാവരുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം കൂടിയാണ്. ജാതീയത പോലെ തന്നെ ഭയങ്കര വിഷവും അത് സാധാരണഗതിയിൽ ഒരു ബോഡി ഷെയ്മിങ്ങിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഈ സാധാരണ ഈ പെല കളർ എന്നൊക്കെ പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്? അത് ബോഡി ഷെയ്മിങ്ങിൽ നിന്ന് മാത്രമാണ് വരുന്നത്. പെല എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാക്കല്ലേ. ആ വാക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു മോശപ്പെട്ട വാക്കായി മാറുന്നത്? അപ്പോൾ ഈ ബോഡി ഷെയ്മിങ്ങിന്റെ ഇവിടെയുള്ള ബോഡി ഷെയ്മിങ്ങിന്റെ ഒക്കെ വേര് ജാതീയതയിൽ നിന്ന് മാത്രമാണ്. ഇപ്പോൾ കോളനി വാണങ്ങൾ എന്നൊക്കെ പറയുന്നത് വലിയ ഇവിടെ ഇത് വേടൻ പറയുന്നതിൽ കാര്യങ്ങളുണ്ട്. വേടൻ്റെ പാട്ടെല്ലാം തീയാണ്. തീ പറഞ്ഞാൽ ഭയങ്കര തീ. അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നോ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ വേടൻ ഇത് ആരോടാ ഈ പറയുന്നത്? അതായത് വേടൻ ഈ പറയുന്നത് ആരോടൊക്കെയാണ് ഈ പറയുന്നത് മനസ്സിലാകുന്നില്ല. വേടൻ ആദ്യം ഈ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ വേടൻ സംസാരിക്കുന്നത്. അവരോടും കൂടി പറയണം ഇതൊരു തെറിവാക്കല്ല എന്ന്. കാരണം അവർ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്നത് പെലയാടി മോനെ എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പറയുന്നത്. അപ്പോൾ അവരോട് പറയണം ഇതൊരു തെറിവാക്കല്ല, ഒരു കമ്മ്യൂണിറ്റിനെ പറയുന്നതാണ്, ഇതൊരു തെറിവാക്കല്ല എന്ന് വേടൻ ആദ്യം അവരോട് പോയി പറയുക. എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം പറയുന്നത്. വേടൻ്റെ പൊളിറ്റിക്സ് ഒക്കെ നല്ലതാണ്. പൊളിറ്റിക്സ് പറഞ്ഞു, എല്ലാവർക്കും അവനേതായ പൊളിറ്റിക്സ് പറയാനുള്ള അധികാരമുണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ട് ബാക്കിയുള്ള നായരും നമ്പൂതിരിൻ്റെ അടുത്തും ബ്രാഹ്മണൻ്റെ അടുത്തൊക്കെ നെഞ്ചത്ത് കുതിര കയറുകയല്ല വേണ്ടത്. വർഗീയത ഉണ്ടാക്കി ഇവിടെ തമ്മിൽ അടി ഉണ്ടാക്കുകയല്ല വേണ്ടത്. വേടൻ പറയുന്നുണ്ട്, പാട്ട് പറയുന്നുണ്ട്, എല്ലാ സംഭവം പാട്ടിലൂടെ എല്ലാം പറയുന്നുണ്ട്. അതൊക്കെ ശരി തന്നെ. കുറേ കാര്യങ്ങൾ അംഗീകരിക്കുന്നു. നരിവേട്ടയിലെ പാട്ട് സൂപ്പറായിരുന്നു, പ്രൊമോഷൻ സോങ്, അതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ വേടൻ ഈ പറയുന്നത് എല്ലാം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഒരുപാട് പേര് എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് വെച്ചാൽ പേടിച്ചിട്ടാണ്. കടന്ന് വലിച്ചു കീറി ഒട്ടിക്കുകയാണല്ലോ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞാൽ. BJP-കാരൻ്റെ അവസ്ഥ അറിയുന്നുണ്ടല്ലോ ഇപ്പോൾ, അതുകൊണ്ടാണ്. പക്ഷെ ഇതിലെല്ലാം അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ.